ഹലോ, എൽമാസ് ടൈലറിംഗ് വേൾഡിലേക്ക് സ്വാഗതം. നമ്മൾ കുറേ ദിവസമായി വീഡിയോ ചെയ്തിട്ട് എനിക്ക് സുഖമില്ലാതെ പോയിട്ടാണ്. പനിയൊക്കെ പിടിച്ച് ചുമയൊക്കെ ആയതുകൊണ്ടാണ് എനിക്ക് വീഡിയോ ചെയ്യാൻ സാധിക്കാത്തത്. നല്ല ചുമയായിരുന്നു, അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോയിൽ സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നാളും വീഡിയോ ഇടാൻ താമസിച്ചു കേട്ടോ. അപ്പോൾ എന്നോട് ഒരു മിനി പോൾ എന്ന് പറഞ്ഞ ആൾ ഒരു ബ്ലൗസ് കട്ട് ചെയ്യുന്ന വീഡിയോ, 42 ചെസ്റ്റ് അളവുള്ള ഒരു ബ്ലൗസ് കട്ട് ചെയ്യുന്ന വീഡിയോ ഇടുമെന്ന് ചോദിച്ചിരുന്നു. അപ്പം ഒരു മാസമായി എന്നോട് മെസ്സേജ് ഇട്ട് ചോദിച്ചിട്ട് എനിക്ക് ഒരു വീഡിയോ ആയിട്ട് ചെയ്ത് കൊടുക്കാൻ സാധിച്ചില്ല, കാരണം സുഖമില്ലാത്തതുകൊണ്ടായിരുന്നു. അപ്പോൾ നമുക്കിനി അതിൻ്റെ കട്ടിങ് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്ലൗസ് തുണിയുള്ളത്. സെറ്റ് സാരിയുടെ ബ്ലൗസാണ്, ഓണത്തിനൊക്കെ വേണ്ടിയിട്ട് തയ്ക്കുന്നതാണ്. നമുക്ക് ബ്ലൗസിൻ്റെ തുണി എന്ന് പറയുന്നത് 1.40 ഉണ്ട് കേട്ടോ, ആണ് കൈ വേണ്ടത്. എൻ്റെ കസ്റ്റമർക്ക് 3/4 ആണ് കൈ വേണ്ടത്. മിനി പോളിന് 11 ഇഞ്ചാണ് കൈ വേണ്ടത്. അപ്പം നമുക്ക് മിനി പോളിൻ്റെ അളവ് ആദ്യം നോക്കാം. ഇപ്പം മിനി പോളിൻ്റെ ഇറക്കം വരുന്നത് 15 ഇഞ്ച്, ചെസ്റ്റ് അളവ് വരുന്നത് 42, ബസ്റ്റ് അളവ് വരുന്നത് 43, 1 ഇഞ്ച് വ്യത്യാസമുള്ളൂ. പിന്നെ വേസ്റ്റ് അളവ് വരുന്നത് 39. ഇത്ര അളവാണ് വരുന്നത്. ഇറക്കം 15 ഇഞ്ച്, ബാക്കി നമ്മുടെ ചെസ്റ്റ് അളവ്, ബസ്റ്റ് അളവ്, വേസ്റ്റ് അളവ്, അങ്ങനെ 3 അളവ് നമ്മൾ എടുത്തിട്ടുണ്ട്. അതിനുശേഷം കൈ ഇറക്കം വരുന്നത് 11 ഇഞ്ച്, ആം ഹോൾ റൗണ്ട് വരുന്നത് 9.25, ആം ഹോൾ ലൂസ് വരുന്നത് 8.25. ആം ഹോൾ ലൂസ് എന്ന് പറഞ്ഞാൽ കൈ വണ്ണമാണ്, മുകളിലത്തെ കൈ വണ്ണമാണ് ഉദ്ദേശിക്കുന്നത്. ഇത് ആം ഹോൾ റൗണ്ടാണ് ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മുടെ കൈയുടെ മുകളിലത്തെ മസിൽ വണ്ണമാണ് ഉദ്ദേശിക്കുന്നത്. 8.25 എന്നുള്ളത്, 9.25 എന്നുള്ളത് കൈക്കുഴിയുടെ, അതായത് ആം ഹോൾ റൗണ്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്ര അളവ് തന്നിട്ടുണ്ട്, ബാക്കി അളവ് തന്നിട്ടുണ്ട്. ഞാൻ പുറകെ നമ്മൾ ബ്ലൗസ് വെട്ടുന്നതനുസരിച്ച് പറയാം, എല്ലാം കൂടെ പറഞ്ഞാൽ ബുദ്ധിമുട്ടാവില്ലേ. അപ്പോൾ ഇത്ര നമുക്ക് ഇതിന് കഴുത്തിറക്കം കൂടെ നോക്കാം. പുറകിലത്തെ നമുക്ക് പുറകു വെട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്ര അളവാണ് ആവശ്യമുള്ളത്. അപ്പോൾ നമുക്ക് കഴുത്തിറക്കം വരുന്നത് 7.5 ഇഞ്ചാണ്. അപ്പോൾ ലൂസ് നെക്ക് ഇത്രയാണ് നമുക്ക്. ഷോൾഡർ 15, ഇത്രയും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും അളവ് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നോക്കാം. അപ്പം മിനി പോളിന് എങ്ങനെ ബ്ലൗസ് വെട്ടിയിട്ടും കറക്റ്റ് ആവുന്നില്ല എന്നാണ് മിനി പോൾ പറഞ്ഞത്. അപ്പം പല വീഡിയോ കണ്ടു, പലതിലും കൺഫ്യൂഷൻ വരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് ആദ്യം പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് യൂട്യൂബിൽ നിരവധി വീഡിയോകളുണ്ടാവും. അതായത് യൂട്യൂബിൽ നമുക്കറിയാവുന്ന പലരും, അല്ലെങ്കിൽ നമുക്ക് ശരിയെന്ന് തോന്നുന്ന പലരും വീഡിയോ ഇടുന്നുണ്ടാവും. ബ്ലൗസ് തയ്ക്കാൻ അറിയാവുന്നവർക്ക് ഏത് മെത്തേഡ് കണ്ടാലും നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും. പക്ഷേ ആദ്യമായിട്ട് തയ്ക്കാൻ താല്പര്യപ്പെടുന്നവർക്ക്, അല്ലെങ്കിൽ ആദ്യമായിട്ട് ബ്ലൗസ് തയ്ക്കുന്നവർക്ക് ഈ പല മെത്തേഡ് കണ്ടിട്ട് തയ്ക്കുമ്പോൾ അത് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാക്കും. ഏതാണ് ശരി, ഏതാണ് തെറ്റ്, ഏതാണ് കറക്റ്റ് ആവുക. അപ്പം പല മെത്തേഡ് കൂട്ടി ഉപയോഗിച്ചായിരിക്കും ചിലപ്പം ആ ബ്ലൗസ് കട്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പം നിങ്ങൾ ഏത് മെത്തേഡ് ഉപയോഗിച്ചാലും കുഴപ്പമില്ല, യൂട്യൂബിൽ കാണുന്ന ഏത് മെത്തേഡ് നിങ്ങൾ ഉപയോഗിച്ചാലും കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ഏതൊരു മെത്തേഡാണോ ആ മെത്തേഡിൻ്റെ സകല പരിപാടി, അതായത് ഒരു ബ്ലൗസ് കട്ട് ചെയ്യുമ്പോൾ മുതൽ തയ്ക്കുന്നത് വരെ ആ മെത്തേഡിൽ തന്നെ ആയിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത്. അതായത് മെത്തേഡ് എന്ന് പറഞ്ഞാൽ പല മെത്തേഡുണ്ട്. ഒന്ന് ഞാൻ പറയാം. ഒന്ന് ഞാനിപ്പം പറഞ്ഞു തന്നെ 4 ഇഞ്ച് ലൂസ് കൂട്ടിയിട്ട് ചെസ്റ്റ് അളവിൻ്റെയും ബസ്റ്റ് അളവിൻ്റെയും കൂടെ നമ്മൾ 4 ഇഞ്ച് കൂട്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന വീഡിയോ ആണ് ഞാനെപ്പോഴും ചെയ്യാറ്. എൻ്റെ കസ്റ്റമർക്ക് ചെയ്ത് കൊടുക്കാറ്. ഞാൻ 10-22 വർഷമായിട്ട് ബ്ലൗസ് തയ്ക്കുന്ന ആളാണ്. അങ്ങനെയാണ് ഞാൻ ഇന്ന് വരെ ചെയ്യാറുള്ളത്. അതായത് എൻ്റെ SLC കഴിഞ്ഞ കാലം തൊട്ട് ഞാൻ ബ്ലൗസ് തയ്ച്ച് തുടങ്ങിയതാണ്. അപ്പോൾ ഇന്ന് വരെ 10-22 വർഷമായി. അപ്പോൾ ഇതിനോടൊക്കെ ഒരുപാട് ബ്ലൗസ് തയ്ച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഈ ഒറ്റയൊരു മെത്തേഡിൽ, അതായത് 4 ഇഞ്ച് ലൂസ് കൂട്ടിയിട്ട് തന്നെയുള്ള മെത്തേഡിലാണ്. അതായത് ചിലർക്ക് 3 ഇഞ്ച് കൂട്ടേണ്ടി വരുള്ളൂ, ചിലർക്ക് 4 ഇഞ്ച് കൂട്ടേണ്ടി വരും. അങ്ങനെ ആ മെത്തേഡ് തന്നെയാണ് ഞാൻ ഇന്ന് വരെ ഫോളോ ചെയ്തിട്ടുള്ളത്. ഒരിക്കലും ഒരു ബ്ലൗസിനും ഒരു കുഴപ്പം വന്നിട്ടില്ല. അങ്ങനെയാണുള്ളത്. പിന്നെ ചിലർ ബസ്റ്റ് അളവ് എടുത്തിട്ട് ചെയ്യും, അതായത് ചെസ്റ്റ് അളവ് ഉൾപ്പെടുത്താതെ ബസ്റ്റ് അളവ് എടുത്തിട്ട് ചെയ്യുന്ന ചില മെത്തേഡുകളുണ്ട്. അതും തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എല്ലാവർക്കും അത് കറക്റ്റായി വരില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ബസ്റ്റ് അളവ് കൂടുതലും ചെസ്റ്റ് അളവ് കുറവുള്ളവർക്ക് ആ മെത്തേഡ് കറക്റ്റ് ആവില്ല. അപ്പം ചെസ്റ്റ് അളവിൻ്റെ അവിടെ ലൂസ് വരും, അങ്ങനെ ഒരു പ്രശ്നം വരും. പിന്നെ കൈ നമുക്ക് തികയാതെ വരുന്ന പ്രശ്നം കൂടുതലും വരുന്നത് ബസ്റ്റ് അളവെടുത്തിട്ട് നമ്മൾ ബ്ലൗസ് കട്ട് ചെയ്യുമ്പോഴാണ്. അപ്പോൾ നിങ്ങൾ ഏത് മെത്തേഡാണ് ഉപയോഗിക്കുന്നതെന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾ ഏത് മെത്തേഡ് ഉപയോഗിച്ചാൽ ആ മെത്തേഡ് ഇപ്പോൾ നമ്മൾ 4 ഇഞ്ച് ലൂസ് കൂട്ടിയിട്ട് ചെയ്യുന്ന മെത്തേഡാണെങ്കിൽ അത് നമ്മൾ കറക്റ്റ് എല്ലാം ആ മെത്തേഡിൽ തന്നെ ചെയ്യുക.
ഇല്ല നിങ്ങൾ ബെസ്റ്റ് അളവ് എടുത്തിട്ടാണ് നമ്മൾ ബ്ലൗസ് കട്ട് ചെയ്യുന്നതെങ്കിൽ ആ മെത്തേഡിൽ തന്നെ സകല മെത്തേഡും ചെയ്ത്, അതായത് കൈവെട്ടുന്നത് മുതൽ കട്ടിങ് മുതൽ എല്ലാം സകലതും അങ്ങനെ തന്നെയായിരിക്കണം ചെയ്യേണ്ടത്. പിന്നെ ചിലർ പുറകിൽ ലൂസ് കൊടുക്കാതെ ഫ്രണ്ടിൽ മാത്രം ലൂസ് കൊടുത്ത് ചെയ്യുന്ന ചില മെത്തേഡുകളുണ്ടാവും. അതിനും നമുക്ക് കൈക്ക് പ്രശ്നം വരും, അവിടെയും കൈക്ക് പ്രശ്നം വരും. കാരണം ലൂസ് കൊടുക്കാതെ ഫ്രണ്ടിൽ മാത്രം ലൂസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഫ്രണ്ടിൽ കൈ തികയാതെ വരും. കാരണം കൈ നമുക്ക് ഒരിക്കലും ഒരു വശത്തേക്ക് മാത്രമായിട്ട് കൂട്ടിയിട്ട് കട്ട് ചെയ്യാൻ പറ്റില്ല, രണ്ടും നമുക്ക് സെയിം ആയിട്ടേ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഈ പുറക് ലൂസ് കൂടാതെ മുന്നേ ലൂസ് കൂട്ടിയിട്ട് അങ്ങനെ ചെയ്യുമ്പോഴും കൈക്ക് പ്രശ്നം വരും, അങ്ങനെ പ്രശ്നം വരും. അപ്പം നിങ്ങൾ എപ്പോഴും ഏതെങ്കിലും ഒരു മെത്തേഡ് മാത്രമായിരിക്കണം എല്ലാ കട്ടിങ്ങിലും ഉപയോഗിക്കേണ്ടത്. അതായത് ഒരു ബ്ലൗസിൻ്റെ ഫുൾ കട്ടിങ്ങിലും ഒറ്റ മെത്തേഡ് മാത്രം ഉപയോഗിക്കുക. അപ്പോൾ അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പം മിനിപ്പോൾ ഏത് മെത്തേഡാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നതെന്ന് എനിക്കറിയില്ല, ഏത് മെത്തേഡിലാണ് അവർ ബ്ലൗസ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അറിയില്ല. അപ്പോൾ ഇനി നിങ്ങൾ ഈ മിനിപ്പോൾ ഇതേ മെത്തേഡിൽ ഇപ്പം ഞാൻ ഈ കാണിച്ച് കൃത്യമായിട്ട് നിങ്ങൾ കട്ട് ചെയ്ത് തയ്ച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ ബ്ലൗസ് കറക്റ്റായിട്ട് വരും. അപ്പോൾ നമുക്ക് കട്ടിങ്ങിലേക്ക് പോവാം. എങ്ങനെയാണത് വരച്ച് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അവർക്ക് ഇങ്ങനെ വീഡിയോയിൽ എങ്ങനെ നോക്കിയിട്ടും അല്ലെങ്കിൽ പല വീഡിയോ കണ്ടിട്ടും അവർക്ക് ബ്ലൗസ് വെട്ടി തയ്ക്കാൻ പറ്റുന്നില്ല എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഈ മെത്തേഡിൽ അവർ കട്ട് ചെയ്ത് നോക്കിയാൽ ചിലപ്പോൾ അവർക്ക് അപ്പോൾ അവർക്കും അതേ ചെസ്റ്റ് അളവാണ്, അതുകൊണ്ടാണ് ഞാനത് വെട്ടിക്കാണിക്കാന്ന് വെച്ചത്. അപ്പോൾ നമ്മളിവിടെ രണ്ടാക്കി മടക്കിയിട്ടു. ഈ ഡിസൈൻ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് വിലങ്ങനെ എടുക്കാൻ പറ്റില്ല, ഇങ്ങനെ തന്നെ നമുക്ക് ഈ ലൈൻ നേരെ വരുന്ന പോലെ തന്നെയാണ് നമ്മൾ തുണി മടക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ ഇതിങ്ങനെ നമ്മൾ ഇങ്ങനെ നേരെ രണ്ടാക്കി മടക്കിയിട്ടു. ഫോണൊക്കെ ആയതുകൊണ്ട് സെറ്റ് സാരിക്ക് വേണ്ടിയുള്ള ബ്ലൗസുകളെല്ലാം തയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്കിന്ന് അടിവശത്ത് ലൈൻ ഇടാം. ഇനി നമുക്ക് ഇറക്കമാണ് നോക്കേണ്ടത്. മിനി പോളിന് 15 ഇഞ്ചാണ് ഇറക്കം പറഞ്ഞത്, പക്ഷെ എൻ്റെ കസ്റ്റമർക്ക് 16 ഇഞ്ച് ഇറക്കം വേണം. അതുകൊണ്ട് തന്നെ ഞാനിവിടെ എൻ്റെ കസ്റ്റമറുടെ ഇറക്കത്തിലാണ് ഇവിടെ അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ 16 എനിക്ക് തയ്ച്ച് തീരുമ്പം വേണ്ട ഇറക്കമായതുകൊണ്ട് ഞാൻ അതിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടെ കൂട്ടിയിട്ട് 17 ഇഞ്ചിലാണ് ഇറക്കം രേഖപ്പെടുത്തുന്നത്. നമ്മൾ ഇറക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് നമുക്ക് പടി കൂട്ടിയിട്ടിട്ടാണെങ്കിലും തയ്ക്കാം, പക്ഷെ ഞാനെപ്പോഴും എൻ്റെ കസ്റ്റമർക്ക് ഒരുപാട് കാലമായിട്ട് ഞാൻ ബ്ലൗസ് തയ്ക്കുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കസ്റ്റമർക്കെല്ലാം ഞാൻ പടി വെച്ചാണ് തയ്ച്ചു കൊടുക്കാറ്. ചിലർക്ക് ഇവിടെ ടക്കിൻ്റെ ആവശ്യം വരുന്നവരുണ്ട്. അപ്പോൾ അവർക്കും പടി ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ടക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പടി വെച്ചാണ് തയ്ക്കാറ്. അതുകൊണ്ടാണ് 1 ഇഞ്ച് മാത്രം കൂട്ടിയിട്ട് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഇനി നമുക്ക് കഴുത്തിറക്കമാണ് നോക്കേണ്ടത്. അപ്പോൾ കഴുത്തിറക്കം വരുന്നത് നമുക്ക് 7.5 ഇഞ്ചാണ്. അപ്പോൾ കഴുത്തിറക്കത്തിനനുസരിച്ചാണ് നമ്മൾ ഷോൾഡർ കുറയ്ക്കേണ്ടത്. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, പുറകു കഴുത്തിൻ്റെ ഇറക്കത്തിനനുസരിച്ചായിരിക്കണം ഷോൾഡർ കുറയ്ക്കേണ്ടത്. ഒരിക്കലും ഫ്രണ്ട് കഴുത്തിൻ്റെ ഇറക്കത്തിനൊരിക്കലും നിങ്ങളുടെ ചുരിദാർ ആയാലും സാരി ബ്ലൗസ് ആയാലും ഫ്രണ്ട് കഴുത്തിൻ്റെ ഇറക്കത്തിനായിരിക്കരുത് നിങ്ങൾ ഷോൾഡർ കുറയ്ക്കുന്നത്, അത് തെറ്റിപ്പോവും. അതുകൊണ്ട് തന്നെ പുറകു കഴുത്തിൻ്റെ ഇറക്കത്തിനും അകലത്തിനും അനുസരിച്ചായിരിക്കണം ഷോൾഡർ കുറയ്ക്കേണ്ടത്. അപ്പോൾ നമുക്ക് 7.5 ഇഞ്ചാണ് കഴുത്തിറക്കം വരുന്നത്. അപ്പോൾ നമുക്ക് 7.5 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തും. അപ്പോൾ ഷോൾഡർ വരുന്നത് 15 ഇഞ്ചാണ്. ഫുൾ ഷോൾഡർ 15 ഇഞ്ചാണ്. അപ്പോൾ 7.5 ഇഞ്ച് കഴുത്തിറക്കം ആയതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ ഫുൾ ഷോൾഡറിൽ നിന്ന് നമുക്ക് ഈ കഴുത്തിറക്കത്തിനനുസരിച്ച് ആനുപാതികമായിട്ട് നമുക്ക് ഷോൾഡർ കുറച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ഷോൾഡർ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പം ഈ 7.5 ഇഞ്ച് കഴുത്തിറക്കം വരുന്നത് കൊണ്ട് 15 ഷോൾഡറിൽ നിന്നും നമുക്ക് 2 ഇഞ്ച് കുറയ്ക്കാം. അപ്പോൾ നമുക്ക് 13 ഇഞ്ച് കിട്ടും. അപ്പോൾ നമുക്ക് 7.5 ആയതുകൊണ്ട് നമ്മൾ ഫുൾ ഷോൾഡറിൽ നിന്നും 2 ഇഞ്ചാണ് കുറച്ചിട്ടുള്ളത്. അപ്പം 15 നിന്നും 2 കുറയ്ക്കുമ്പോൾ നമുക്ക് 13 വന്നു. നമ്മളിവിടെ തുണി രണ്ടാക്കി മടക്കിയിട്ടതുകൊണ്ട് 13ന്റെ 2/1 എന്ന് പറയുന്നത് 6.5 ഇഞ്ചാണ്. 13 നമ്മൾ രണ്ടാക്കുമ്പോൾ നമുക്ക് 6.5 ഇഞ്ച് കിട്ടുന്നു. നമ്മൾ 6.5 ഇഞ്ച് നമ്മളിവിടെ ഷോൾഡറായിട്ട് അടയാളപ്പെടുത്തുന്നു. പിന്നെ നമുക്ക് കഴുത്തകലം കൊടുക്കണം. അപ്പോൾ കഴുത്തകലം മിനി പോളിന് 42 ചെസ്റ്റ് അളവുള്ളത് കൊണ്ട് തന്നെ നമുക്ക് 2.25 3 ഇഞ്ച് വരെ 3.25 വരെ നമുക്ക് അകലം കൊടുക്കാം. ഇവിടെ ഞാനിപ്പോൾ 2.25 കഴുത്തിൻ്റെ അകലമായിട്ട് കൊടുക്കുന്നത്. എൻ്റെ കസ്റ്റമർക്ക് അത് മതി, അതുകൊണ്ട് തന്നെ ഞാൻ 2.25 കൊടുക്കുന്നത്. അടിവശത്ത് ഞാൻ 3 ഇഞ്ച് വീതി കൊടുക്കും. ഇവിടെ നമ്മൾ 2.25 കൊടുത്തത്, ഇവിടെ നമ്മൾ 3 ഇഞ്ച് കൊടുത്തു. 4 ഇഞ്ച് കൂടുതലാണ് അടിവശത്ത് കൊടുത്തിട്ടുള്ളത്. കഴുത്ത് വിരിഞ്ഞു കിട്ടാൻ അതാണ് ഏറ്റവും നല്ലത്. ഒരു ചെറിയ ചെരിവ്, അതായത് 4 ഇഞ്ച് വ്യത്യാസത്തിലാണ് അകലം രേഖപ്പെടുത്തേണ്ടത്. നമ്മളിവിടെ 2.25 കൊടുത്ത് ഇവിടെയും 2.25 കൊടുക്കുമ്പോൾ
നേരെ കറക്റ്റ് യു ആണ് കിട്ടുക. നമുക്ക് ഇച്ചിരി വിടർന്ന് അടിവശം വിടർന്ന് കഴുത്ത് കിട്ടണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഇവിടെ കാലിഞ്ച് ഒതുക്കി കൊടുത്ത് ഇവിടെ കാലിഞ്ച് 42 ചെസ്റ്റ് അളവുള്ള ആൾക്ക് കഴുത്തിൻ്റെ അകലം 3.5 വരെ കൊടുക്കാൻ പറ്റും. പക്ഷെ അതെല്ലാവർക്കും കൊടുക്കാൻ എല്ലാ ശരീരപ്രകൃതിക്കും അനുയോജ്യമാകുമോ എന്നുള്ളത് നമുക്ക് തയ്ച്ച് നോക്കേണ്ടി വരും. അല്ലെങ്കിൽ ഓരോരുത്തരെയും കണ്ടാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ ഞാനിവിടെ 3 ഇഞ്ചാണ് കഴുത്തിൻ്റെ അകലം കൊടുത്തിട്ടുള്ളത്. മുകൾ വശത്ത് 2.25 കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈക്കുഴിയാണ് അടയാളപ്പെടുത്തേണ്ടത്. നമ്മൾ ഷോൾഡർ അടയാളപ്പെടുത്തി കഴുത്തിറക്കത്തിനനുസരിച്ച് ഷോൾഡർ മൈനസ് ചെയ്ത് ഷോൾഡർ അടയാളപ്പെടുത്തി നമ്മൾ 6.5 ഇഞ്ചാണ് ഷോൾഡർ കൊടുത്തിട്ടുള്ളത്. പക്ഷേ ആ 6.5 ഇഞ്ച് തന്നെ നമുക്ക് കൈക്കുഴി കൊടുക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ നമുക്കിവിടെ ആം ഹോൾ റൗണ്ടായിട്ട് കിട്ടുന്നത് 9.25 അപ്പോൾ ആ 9.25 ഈ 6.5 ഇഞ്ചിൽ കിട്ടുമോ നമുക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ചെക്ക് ചെയ്തിട്ട് വേണം നമുക്ക് അടയാളപ്പെടുത്താൻ. അപ്പോൾ അതിന് മുന്നേ നമ്മൾ കൈക്കുഴി രേഖപ്പെടുത്തുന്നതിന് മുൻപ് തന്നെ നമുക്ക് ചെസ്റ്റ് അളവ് രേഖപ്പെടുത്താം. ഇപ്പോൾ 42 ചെസ്റ്റ് അളവ് വരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ എൻ്റെ മെത്തേഡ് എന്ന് പറയുന്നത് ചെസ്റ്റ് അളവിൻ്റെ കൂടെ 4 ഇഞ്ച് ലൂസ് കൂട്ടിയിട്ട് അതിൻ്റെ 4 വണ്ണമാണ് ഞാൻ പുറകുവശത്തെ ചെസ്റ്റ് അളവായിട്ട് രേഖപ്പെടുത്തുന്നത്. അപ്പോൾ 42ൻ്റെ കൂടെ 4 കൂട്ടിയാൽ നമുക്ക് 46 കിട്ടുന്നു. 46ൻ്റെ 4 എന്ന് പറയുന്നത് 11.25. ആ 11.25 ഞാനിവിടെ രേഖപ്പെടുത്തുന്നത്. മിനി പോളിൻ്റെ വണ്ണാണ്. അപ്പോൾ നമ്മൾ 11.25 ഇവിടെ അടയാളപ്പെടുത്തി. ഇനി നമുക്ക് കൈക്കുഴി അടയാളപ്പെടുത്തണം. അപ്പം നമ്മളിവിടെ 6 ഇഞ്ച് കൈക്കുഴി രേഖപ്പെടുത്താം. നമുക്ക് 9.25 കൈക്കുഴിയുടെ അളവായിട്ട് കിട്ടേണ്ടതുള്ളൂ. നമുക്ക് റീസെൻ്റ് ആയിട്ട് വരച്ച് നോക്കാം. ഇതാണ് നമ്മുടെ ചെസ്റ്റ് അളവ്. ഇവിടെ നമ്മൾ 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ അളവിൽ 9.25 കിട്ടുന്നുണ്ടോ നോക്കാം. ഇപ്പം നമുക്കിവിടെ കണ്ടോ കൃത്യമായിട്ട് 9.25 കൃത്യമായിട്ട് 9.25 നമുക്കിവിടെ ഈ ചെസ്റ്റ് അളവിൽ കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. ഇതാണ് 9.25. നമ്മൾ ഷോൾഡർ കൊടുത്തേക്കുന്ന 6.5 ആ 6.5 നമ്മൾ കൈക്കുഴി കൊടുത്താൽ ഈ മിനി പോളിന് കൈക്കുഴി കൂടിപ്പോവും. അപ്പോൾ നമുക്ക് കിട്ടേണ്ടത് 9.25 കൈക്കുഴി തന്നെയാണ്. അപ്പം ആ 9.25 നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്നത്. അത് ലൂസ് ചേർത്ത കൈക്കുഴി ആയിരിക്കും. അതാണ് അവരെന്നോട് പറഞ്ഞ അളവ്. അപ്പോൾ ആ അളവ് തന്നെയാണ് നമുക്കിവിടെ കൃത്യമായിട്ട് കിട്ടുന്നത്. അപ്പം നമ്മൾ ഈ ഷോൾഡർ തന്നെ കൈക്കുഴി കൊടുത്താൽ ഈ കൈക്കുഴി അതായത് ഈ 9.25 എന്നുള്ളത് കൂടിപ്പോവും. അതിന് പകരം ഞാൻ ചെയ്തത് ഷോൾഡർ നമ്മൾ 6.5 കൊടുത്തു, കൈക്കുഴി നമ്മൾ 6 കൊടുത്തിട്ടുള്ളത്. 6 ഇഞ്ചാണ് നമ്മൾ കൈക്കുഴിയുടെ ഇറക്കമായിട്ട് കൊടുത്തിട്ടുള്ളത്. അതിന് നമ്മൾ 1/2 ഇഞ്ച് ഇവിടെ തയ്യൽ തുമ്പിട്ട ശേഷം നമ്മൾ ആം ഹോൾ റൗണ്ട് വരച്ച ശേഷം കൈക്കുഴി നമ്മൾ വരച്ച ശേഷം നമ്മൾ അളന്ന് നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് 9.25 ആ ചെസ്റ്റ് ലൈനിൽ നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് മിനി പോളിൻ്റെ കറക്റ്റായ കണക്കാണ്. അപ്പം ഇങ്ങനെ ആയിരിക്കണം അവർ ബ്ലൗസ് കട്ട് ചെയ്യേണ്ടത്. അതായത് ഷോൾഡർ 6.5 കൈക്കുഴി 6 കൊടുത്തിട്ടായിരിക്കണം അവർ ബ്ലൗസ് കട്ട് ചെയ്യേണ്ടത്. ഇനി അവരുടെ നമ്മൾ ചെസ്റ്റ് അളവ് രേഖപ്പെടുത്തി 11.25 അതായത് 42ൻ്റെ 4 കൂട്ടി 42ൻ്റെ കൂടെ 4 കൂട്ടി 4 കണ്ട് 11.25 നമ്മൾ ഇവിടെ രേഖപ്പെടുത്തി. ഇനി നമുക്ക് വേസ്റ്റ് അളവിൻ്റെ കൂടെ നമുക്ക് 4 കൂട്ടണ്ട. കറക്റ്റ് വേസ്റ്റ് അളവ് എത്രയാണോ അതിൻ്റെ 4 മാത്രം നമ്മളിവിടെ അടയാളപ്പെടുത്തുന്നു. അപ്പോൾ 39 നമ്മുടെ വേസ്റ്റ് അളവ് വരുന്നത്. അതിൻ്റെ 4 എന്ന് പറയുന്നത് 9.25. ആ 9.25 നമ്മളിവിടെ അടയാളപ്പെടുത്തി. ഇനി നമുക്കിവിടെ ടക്ക് ഇടണമെങ്കിൽ നമ്മൾ 1/2 ഇഞ്ചും കൂടെ മാറ്റിയിടുക. അപ്പം ഇതിൻ്റെ നടുക്കായിട്ട് നമ്മൾ ടക്ക് രേഖപ്പെടുത്തുക. അപ്പോൾ എൻ്റെ കസ്റ്റമറിന് വേണം, അത് ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് തയ്യൽ തുമ്പ് 1/2 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് രേഖപ്പെടുത്തി. ഇവിടെ നമുക്ക് 1/2 ഇഞ്ച് തയ്യൽ തുമ്പുണ്ട്. അപ്പോൾ ഇത്രയാണ് മിനി പോളിൻ്റെ പുറകുവശം, അതായത് ബ്ലൗസിൻ്റെ പുറകുവശം കട്ട് ചെയ്യേണ്ട വിധം. ഇത് നമുക്ക് വരയ്ക്കാം. ഇത്രയാണ്. നമുക്ക് നമുക്ക് യുവും കൂടെ വരയ്ക്കാം. ഇതാണ് 42 ഇഞ്ചിൻ്റെ 42 ചെസ്റ്റ് അളവുള്ള ബ്ലൗസ് കട്ട് ചെയ്യുന്ന വിധം ഇതാണ്. അപ്പോൾ ഇങ്ങനെയാണ് മിനി പോള് ബ്ലൗസ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം.
അപ്പോൾ നമ്മൾ അത് കട്ട് ചെയ്ത് പുറകുവശം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈയാണ് ഇതിന് മാറ്റായിട്ട് എങ്ങനെയാണ് കൈ കട്ടുന്നതെന്നാണ് നോക്കുന്നത്. അപ്പം എനിക്ക് എപ്പോഴും കൈയാണ് പ്രശ്നം വരുന്നത്, കൈയാണ് തികയാതെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് മാച്ചായിട്ട് എങ്ങനെയാണ് നമുക്ക് കൈ കട്ട് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ ഞാൻ ചെസ്റ്റ് അളവിൻ്റെ കൂടെ 4 ഇഞ്ച് ലൂസ് കൂട്ടിയിട്ടുള്ള മെത്തേഡിലാണ് ബ്ലൗസ് കട്ട് ചെയ്തിട്ടുള്ളത്. അതേ മെത്തേഡ് തന്നെയായിരിക്കണം കൈയും കട്ട് ചെയ്യേണ്ടത്. അപ്പം അതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് ഇതിലൂടെ പറഞ്ഞുതരാം. നമ്മൾ ഈ ഒരു മെത്തേഡ് സ്വീകരിച്ചിട്ട് വേറൊരു മെത്തേഡ് കൈ വെട്ടാൻ ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് ബ്ലൗസ് തയ്ക്കുമ്പോൾ കൈ തികയാതെ പോകുന്നത്. അപ്പോൾ അതൊരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. ഏത് മെത്തേഡാണോ നിങ്ങൾ സ്വീകരിക്കുന്നത്, ഏത് മെത്തേഡ് സ്വീകരിച്ചാലും അത് കറക്റ്റായിട്ട് തയ്ക്കാനും അല്ലെങ്കിൽ അതുപോലെ തന്നെ ആ മെത്തേഡിൽ തന്നെ മറ്റുള്ള സകല അളവുകളും കട്ട് ചെയ്യുന്നതിന് നിങ്ങൾ പരിശ്രമിക്കുക. അപ്പോൾ തെറ്റുകൾ വളരെ കുറഞ്ഞു നിൽക്കും. അപ്പോൾ നമ്മൾ 4 ആക്കി മടക്കിയിട്ടപ്പോൾ നമുക്ക് തുണി കിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ തുണി 2 ആക്കി മടക്കിയിടാൻ പോവാം. അപ്പോൾ നമ്മൾ വണ്ണം നോക്കാം. നമുക്ക് ആദ്യം നമ്മൾ വണ്ണം നമുക്കിവിടെ ചെസ്റ്റ് അളവ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കൈ കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ മിനി പോളിന് 42 ചെസ്റ്റ് അളവ് വരുന്നത്. അപ്പം ഇതിൻ്റെ കൂടെ നമ്മൾ 4 കൂട്ടി നമുക്ക് 11.25 നമ്മൾ ബ്ലൗസ് കട്ട് ചെയ്തിട്ടുള്ളത്. അതായത് 42ൻ്റെ കൂടെ 4 കൂട്ടി കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയത് 4 വണ്ണം കിട്ടിയത് 11.25. അപ്പോൾ 11.25 നമുക്ക് ഈ ബ്ലൗസിൻ്റെ പുറകുവശത്തെ വണ്ണമായിട്ട് നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് വേണം നമുക്ക് കൈയും കറക്റ്റ് ചെയ്ത് കിട്ടാൻ, എന്നാലേ നമുക്ക് കൈ തികഞ്ഞു വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 11.25 നിന്ന് നമ്മൾ 1 ഇഞ്ച് കുറയ്ക്കുന്നു. അപ്പോൾ നമുക്ക് 10.25 കിട്ടുന്നു. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ പുറകുവശത്ത് ചെസ്റ്റ് അളവിൻ്റെ കൂടെ 4 കൂട്ടി 11.25 കണ്ടു, 4 വണ്ണം കണ്ടു. അതാണ് നമ്മൾ പുറകുവശത്ത് അടയാളപ്പെടുത്തിയത്. ആ വണ്ണത്തിൽ നിന്നും, അതായത് ഈ 11.25 നിന്നും നമ്മൾ 1 ഇഞ്ച് കുറച്ചിട്ട് 10.25 നമ്മൾ കൈവണ്ണം അടയാളപ്പെടുത്തുന്നു. അപ്പോൾ നമ്മൾ 11.25 നമുക്ക് ചെസ്റ്റ് അളവ് വന്നത്. നമ്മൾ കൈവണ്ണമായിട്ട് അടയാളപ്പെടുത്തേണ്ടത് 10.25, അതായത് 1 ഇഞ്ച് കുറച്ചിട്ട്. അപ്പം നമുക്കിവിടെ കൃത്യം 10.25 വണ്ണമായിട്ട് നമുക്കിവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ കൃത്യം 10.25 അപ്പോൾ നമുക്കിത് 10.25 നമ്മൾ വണ്ണം അടയാളപ്പെടുത്തിയിട്ട് നമുക്ക് ഇറക്കം എടുക്കാം. 12.5, അതായത് 11 നമുക്ക് തയ്ച്ച് തീരും വേണം. 1.5 ഇഞ്ച് നമ്മൾ കൂടുതലെടുത്തു. 12.5 നമ്മൾ ഇറക്കം എടുത്തു. 12.5 ഇറക്കം എടുത്തു. 10.25, അതായത് ചെസ്റ്റ് അളവിൽ നിന്ന് 1 കുറച്ചിട്ടുള്ള 10.25 നമ്മൾ വണ്ണമായിട്ട് എടുത്തു. ഇനി നമ്മൾ പറയുന്നത് മിനി പോളിൻ്റെ ചെസ്റ്റ് അളവ് 42 തന്നെയാണ്. 42ൻ്റെ 10-1 ഭാഗമാണ് നമ്മൾ റിഗാൾ ഷേപ്പായിട്ട് സാധാരണ എടുക്കാറ്. ഏതൊരു അളവിനും നമ്മൾ 10-1 ഭാഗമാണ് റിഗാൾ ഷേപ്പായിട്ട് എടുക്കാറ്. പക്ഷെ ഇവർക്ക് 42 വന്നതുകൊണ്ട് നമ്മൾ ആ 2 ഇഞ്ച്, അതായത് 2 പോയിന്റ് എന്നുള്ളത് 4 ഇഞ്ചും 2 പോയിന്റുമാണ് അവർക്ക് വരുന്നത്. ആ 2 പോയിന്റ് നമ്മൾ ഒഴിവാക്കും. കാരണം അത് അവർക്ക് കൂടുതലായി പോകും. അതുകൊണ്ട്, അതായത് കാരണമുണ്ട്, അവർക്ക് മസിൽ ലൂസ് കുറവാണ്. ആം ഹോൾ റൗണ്ട് കൂടുതലും മസിൽ ലൂസ് കുറവായതുകൊണ്ട് നമുക്ക് ഈ റിഗാൾ ഷേപ്പിൽ നിന്നുള്ള ഈ 2 പോയിന്റ് നമ്മൾ കുറയ്ക്കണം. നമ്മളിപ്പം ചെസ്റ്റ് അളവിൻ്റെ 10-1 ഭാഗമാണ് റിഗാൾ ഷേപ്പ് എടുക്കണം എന്ന് പറയാം. അതായത് 4.2 പറയാം. പക്ഷെ ആ 2 നമ്മൾ ഒഴിവാക്കുക, 4 ഇഞ്ച് മാത്രം എടുക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ആം ഹോൾ റൗണ്ട് കൂടുതലും മസിൽ വണ്ണം, അതായത് ആം ഹോൾ ലൂസ് കുറവുമാണ്. അതായത് 8-9.25 ആം ഹോൾ റൗണ്ടും മസിൽ ലൂസ് 8.25 1 ഇഞ്ചിൻ്റെ വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റിഗാൾ ഷേപ്പ് നമ്മൾ കൃത്യമായ അളവെടുക്കരുത്, കുറച്ച് കുറയ്ക്കുക, അതായത് ഒരു പോയിന്റ് കുറയ്ക്കുക. അപ്പോൾ നമ്മൾ 4 ഇഞ്ചാണ് ആം ഹോൾ റൗണ്ട്, അതായത് റിഗാൾ ഷേപ്പിനായിട്ട് നമ്മൾ ഷേപ്പ് എടുത്തേക്കുന്നത്. 4 ഇഞ്ച് നമ്മൾ ഇറക്കം എടുത്തു. വണ്ണം ചെസ്റ്റ് അളവിൽ നിന്നും 1 ഇഞ്ച് കുറച്ചിട്ടുള്ള 10.25 നമ്മളിവിടെ അടയാളപ്പെടുത്തി. കാരണം എന്താണ്, അവർക്ക് 9.25 ആം ഹോൾ റൗണ്ടായിട്ട് കിട്ടണം. അപ്പോൾ നമുക്ക് 10.25 വണ്ണമായിട്ട് കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് 9.25 ആം ഹോൾ റൗണ്ടായിട്ട് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ചെസ്റ്റ് അളവിൽ നിന്നും 1 കുറച്ചിട്ട് 10.25 1 കുറച്ചിട്ട് 10.25 കൈ വണ്ണമായിട്ട് നമ്മൾ അടയാളപ്പെടുത്തി. അപ്പോൾ ഇനി നമ്മൾ റിഗാൾ ഷേപ്പ് ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് 4. പിന്നെ നമുക്ക് വണ്ണം അടയാളപ്പെടുത്താം. അതായത് നമ്മുടെ മസിൽ ലൂസ് 8.25 എന്നുള്ളത് നമ്മുടെ മുകളിലത്തെ മസിലിൻ്റെ വണ്ണമാണ്, മുകളിലത്തെ വണ്ണമാണ്. അപ്പോൾ അത് നമുക്കിവിടെ അടയാളപ്പെടുത്തണം.
8:45 നമ്മളിവിടെ ഇങ്ങനെ അടയാളപ്പെടുത്തി. ഉണ്ടോ? ഇവിടെ നിന്ന് നമ്മൾ 8:45 ഇങ്ങോട്ട് അടയാളപ്പെടുത്തി. ഇതാണ് നമ്മുടെ പോയിന്റ്, അതായത് റിഗാർഡ് ഷേപ്പും മസിൽ വണ്ണവും കൂടെ ചേരുന്ന പോയിന്റ് ഇതാണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ എന്താണ്, ആം ഹോൾ റൗണ്ടാണ്. അപ്പോൾ ഈ 9:45 കൂടെ നമുക്ക് ഈ പോയിന്റിൽ കിട്ടിയാൽ നമ്മുടെ കൈ മീറ്റായിട്ട് ആ ബ്ലൗസിന് കറക്റ്റായിട്ട് വരും. അപ്പോൾ നമുക്കിതൊന്ന് ഇതിലേക്ക് തിരിച്ചു വരയ്ക്കാം. നമ്മളിങ്ങനെ വരച്ചു. ഇത് നമ്മുടെ മസിൽ ലൂസ്, അതായത് 8:45. ഇത് നമ്മുടെ മസിൽ ലൂസ്. ഇത് നമ്മുടെ മസിൽ ലൂസ്, അതായത് 8:45. ഇത് ഈ വരുന്നത്, ഈ വരേണ്ടത് നമുക്ക് 9:45 കിട്ടുന്നുണ്ടോ നോക്കണം. എങ്കിലേ നമുക്ക് ഈ കൈ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. നമ്മൾ എന്തൊക്കെ എടുത്തു? ഇറക്കം എടുത്തു. ഇറക്കത്തിൻ്റെ കൂടെ 1.5 ഇഞ്ച് കൂട്ടി. വണ്ണത്തിൻ്റെ കൂടെ നമ്മൾ പുറകുവശത്തെ നമ്മൾ വണ്ണം അടയാളപ്പെടുത്തി 1 കുറച്ചിട്ട്, അതായത് 11.25 അതിൽ നിന്ന് 1 കുറച്ചിട്ട് 10.25 നമ്മൾ കൈ വണ്ണത്തിന് തുണി മടക്കിയിട്ടു. അതിനുശേഷം നമ്മൾ മസിൽ ലൂസ് അടയാളപ്പെടുത്തി. റിഗാൾ ഷേപ്പ് 4.2 വരേണ്ട അടുത്ത് നമ്മൾ 4 ഇഞ്ചാണ് അടയാളപ്പെടുത്തിയത്. കാരണമുണ്ട്, എന്താണ്, അവരുടെ മസിൽ ലൂസ് കുറവും ആം ഹോൾ റൂട്ട്സ് കൂടുതലും ആയതുകൊണ്ട് നമ്മൾ റിഗാൾ ഷേപ്പിൽ കുറവ് വരുത്തി. നമ്മൾ എന്തെങ്കിലും കാണിച്ച് വരച്ചാൽ കറക്റ്റ് ആവില്ല. അതിൻ്റെ ഓരോരുത്തരുടെയും ശരീരപ്രകൃതി അനുസരിച്ച് അളവുകളിൽ മാറ്റം വരുത്തി നമ്മൾ കറക്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ല ബ്ലൗസ് തയ്ച്ചെടുക്കാൻ പറ്റുക. അപ്പോൾ നമുക്കിവിടെ ഇത്ര ഉണ്ടെന്ന് നോക്കാം. ഇവിടെ നമ്മൾക്ക് ഇങ്ങോട്ട് എത്ര ഉണ്ടെന്ന് നോക്കാം. നമുക്ക് ഇങ്ങോട്ട് കറക്റ്റ് 9:45 കണ്ടോ, കൃത്യം 9:45. നമ്മുടെ ഈ വണ്ണത്തിൽ, അതായത് അവരുടെ മസിൽ ലൂസിൽ, അതായത് ആം ഹോൾ ലൂസിൽ, നമ്മുടെ ആം ഹോൾ റിഗാൾ ഷേപ്പ് ഇത്, അതായത് ഇത് മസിൽ ലൂസാണ്, അതായത് മസിൽ വണ്ണം. ഇത് ആം ഹോൾ റൗണ്ട്. അപ്പോൾ ആ ആം ഹോൾ റൗണ്ട് നമ്മുടെ ഈ മസിൽ ലൂസിൽ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. നമുക്കിനി ഇത് ഷേപ്പ് വരച്ചെടുക്കാം. അപ്പോൾ ഇവിടെ വന്ന് നമുക്ക് ഇവർക്ക് 42 ആയതുകൊണ്ട് തന്നെ നമ്മൾ 1.5 ഇഞ്ച് ഇവിടെ ഒരു ഷേപ്പ് കൊടുക്കണം. കാരണം എന്ന് വെച്ചാൽ അവരുടെ കൈക്ക് ഇച്ചിരി വണ്ണം കൂടുതലുണ്ടാവും, അതായത് ഒരു റൗണ്ടിനെസ് കൂടുതലുണ്ടാവും. നമ്മുടെ കോലം ശരീരമായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ 1 ഇഞ്ച് കൊടുത്താൽ പോരാ. ഇവിടെ 1.5 ഇഞ്ചോ 1.25 ഇഞ്ചോ കൊടുക്കുന്നതിന് കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ ഞാനിവിടെ 1.5 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ 4.25 അടയാളപ്പെടുത്തി, നടുക്ക് വണ്ണം അടയാളപ്പെടുത്തി. അതിനുശേഷം നമുക്ക് ഈ 1.5-യിൽ നിന്നും, ഇവിടെ 1.5 അടയാളപ്പെടുത്തിയത്, ഈ 1.5-യിൽ നിന്നും നമ്മൾ ഷേപ്പ് വരച്ച് എന്താ അങ്ങനെ പോയി. ഇത്രയും നമ്മൾ ഷേപ്പ് കൊടുക്കരുത്. കാരണം എന്ന് വെച്ചാൽ അവർക്ക് കൈക്കിരിച്ചിരി റൗണ്ടിനെസ് കാണും, അതായത് വണ്ണം ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് കൈക്കിരിച്ചിരി ഉരുളിമ കാണും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഷാർപ്പായി പോകാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ 1.5 ഇഞ്ച് മാറ്റിയിട്ട് നമ്മൾ ഷേപ്പ് വരയ്ക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഇതാണ് നമ്മുടെ മിനി പോളിൻ്റെ കൈ. ഇത് നമ്മുടെ മസിൽ ലൂസ്, ഇത് നമ്മുടെ ആം ഹോൾ റൗണ്ടിൻ്റെ ഷേപ്പ്. നമുക്കൊന്ന് അളന്ന് നോക്കാം. അപ്പോൾ അവർക്ക് കണ്ടോ കൃത്യമായിട്ട് 9.25, കൃത്യമായിട്ട് 9.25 നമുക്ക് ആം ഹോൾ റൗണ്ട് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ കയ്യിൽ തുമ്പും ബാക്കിയുണ്ട്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അവരുടെ ആം ഹോൾ ലൂസ്, അതായത് മസിൽ ലൂസ് കുറവായതുകൊണ്ടാണ് നമ്മൾ റിഗാൾ ഷേപ്പിൽ പോയിന്റ് കുറവ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ പോയിന്റ് കുറവ് കൊടുത്തിട്ടാണ് റിഗാൾ ഷേപ്പ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ കറക്റ്റ് നമ്മുടെ പുറകുവശത്ത് നമ്മൾ ചെസ്റ്റ് അളവിൻ്റെ 4-1 ഭാഗം അടയാളപ്പെടുത്തി 1 കുറച്ചിട്ടാണ് കൈ വണ്ണത്തിനായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ നമുക്ക് അടിവശത്തെ വണ്ണം 6.5 അപ്പോൾ അതും കൂടെ നമുക്ക് അടയാളപ്പെടുത്താം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കൈ കട്ട് ചെയ്തിട്ടുള്ളത്. ഇത് മിനി പോളിന് കറക്റ്റായിട്ടുള്ള കൈയായിരിക്കും. അപ്പോൾ ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നമുക്ക് 1.25 ഇഞ്ചോളം നമ്മൾ തയ്യൽത്തുമ്പ് കൂടുതലിട്ടിട്ടുണ്ട്. അപ്പോൾ
അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് വശം കൂടെ കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഈ 1.5 നിന്ന് ഇപ്പുറത്തേക്ക് 1 ഇഞ്ചും കൂടെ താത്തിയിട്ട് നമ്മൾ ഇതിൽ ഇവിടം വരെ പോവില്ല, ഇവിടം വരെ 1 ഇഞ്ച്, അതായത് വണ്ണത്തിൽ നിന്ന് 1 ഇഞ്ച് മാറ്റിയിട്ട് ഇവിടെ നിന്നും നമ്മൾ 1/2 ഇഞ്ച് മാറ്റിയിട്ടാണ് നമ്മൾ ഫ്രണ്ട് വശം കട്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയാണ് വരിക. ഇതാണ് നമ്മുടെ വണ്ണം. ഇവിടം വരെ നമ്മൾ ഷേപ്പ് എടുക്കുകയുള്ളൂ. അതുപോലെ ഇതാണ് നമ്മൾ റൗണ്ടിനെസ്സിനായിട്ട് നമ്മൾ 1.5 ഇഞ്ച് മാറ്റിയിട്ട് അവിടെ നിന്ന് 1/2 ഇഞ്ചും കൂടെ മാറ്റിയിട്ടാണ് നമ്മൾ ഷേപ്പ് എടുക്കുകയുള്ളൂ. ഇവിടം വരെ എന്താ ഇത് 1.5 ഇഞ്ച്, ഇവിടെ 1/2 ഇഞ്ചും കൂടെ. ഇത് വണ്ണത്തിൽ നിന്നും 1 ഇഞ്ച് മാറ്റിയിട്ടാണ് ഫ്രണ്ടിലത്തെ ഷേപ്പ് കട്ട് ചെയ്യുള്ളൂ. എങ്കിലേ നമുക്ക് കൈ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇത് ഞാൻ പുറകുവശത്ത് വെച്ച് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ പുറകുവശം. നമ്മുടെ 1/2 ഇഞ്ച് ഇവിടെ ഇട്ടിട്ടുണ്ട് തൈൽത്തുമ്പിനായിട്ടുള്ളത്. ഉണ്ടോ? കൃത്യമായിട്ട് നമുക്ക് ഈ കൈ കിട്ടുകയും ചെയ്യും. തൈൽത്തുമ്പിനും ഒരു പ്രശ്നമില്ല. കാണാമല്ലോ അല്ലേ? ഇതാണ് നമ്മുടെ തൈൽത്തുമ്പ് ഇടേണ്ടത്. അവിടെ നമ്മൾ വെച്ചാൽ നമ്മൾ ഇതേ കൂടെ പിടിച്ചാൽ ഉണ്ടോ? കൃത്യമായിട്ട് നമുക്ക് ആ പോയിന്റിൽ, ഇതാണ് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ പോയിന്റ്, അവിടെ കൃത്യമായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. തൈൽത്തുമ്പിനും ഒരു പ്രശ്നമില്ല. ഇഷ്ടം പോലെ തൈൽത്തുമ്പ് നമുക്ക് കൃത്യമായിട്ട് കിട്ടും. അപ്പം മിനി കൈ കട്ട് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ഇതിൻ്റെ ഫ്രണ്ട് വശം കൊണ്ട് ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം. പുറകുവശവും കൈയും കട്ട് ചെയ്യുന്ന വിധം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി മുൻവശം കൂടെ കട്ട് ചെയ്ത് തരാം. കൃത്യമായിട്ട് നമുക്ക് ഈ കൈ കൃത്യമായിട്ട് കിട്ടും. ഇത് തയ്ക്കുന്നതും കൂടെ ഞാൻ കാണിച്ചു തരാം. അത് വേറൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഇടാം. നമുക്കിനി ഫ്രണ്ട് വശം കൂടെ കട്ട് ചെയ്യാം. ഇത്രയും തുണിയുണ്ട്. ഒരു കൈയാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളൂ. ഒരു കൈ കൂടെ കട്ട് ചെയ്യേണ്ടതാണ്. നമ്മളിനി ഫ്രണ്ട് വശം കൂടെ കട്ട് ചെയ്യാൻ പോവാണ്. നമുക്ക് കൈ രണ്ടും കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത്രയും തുണിയേ ബാക്കിയുള്ളൂ. നമ്മളിവിടെ നിന്ന് തുണി കിട്ടുന്നത് പോലെ നമ്മൾ കട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് പുറകുവശം എടുത്ത് വെച്ചിട്ട് കട്ട് ചെയ്യാം പീസ്. നമ്മൾ കയ്യെ പുറകെ കട്ട് ചെയ്തു. ഇനി നമുക്കതിൻ്റെ മുൻവശം കൂടെ ക്രോസ് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ പുറകു പീസ് എടുത്ത് നമ്മൾ ഈ പീസല്ല നമ്മൾ ഒറ്റയായിട്ടാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ നമുക്കിത് ഇത് നമ്മുടെ കോൺവശം. അപ്പോൾ നമ്മൾ സാധാരണ ആക്കുമ്പോൾ സ്ട്രെയിറ്റ് കട്ടാകുമ്പോൾ ഇങ്ങനെയാണ് വരിക, ഇങ്ങനെ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഷോൾഡർ കൊടുക്കുന്നത്. അതായത് നമ്മളിവിടെ സ്ട്രെയിറ്റിന് വരച്ചാൽ നമുക്ക് ഇവിടെ ഒരു കോൺ വരും. അപ്പോൾ ആ കോണിൻ്റെ അവിടെയാണ് നമ്മൾ ഷോൾഡർ വെക്കുക. നമ്മളിങ്ങനെ വെച്ചു ഉണ്ടോ? ഇച്ചിരി തുണി കുറവ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇച്ചിരി ഇങ്ങോട്ട് കയറ്റിയാണ് വെച്ചിട്ടുള്ളത്. മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളത് ഷോൾഡർ വണ്ണത്തിന് നമ്മൾ 1 ഇഞ്ചും കൂടെ നമ്മളിവിടെ കൂടുതലിടും. പുറകുവശത്തിനേക്കാളും നമ്മൾ 1 ഇഞ്ചും കൂടെ കൂടുതലിടും. നമ്മുടെ പുറകുവശം തീരുന്ന വശം. ഇവിടെ നമ്മുടെ ഫ്രണ്ട് കഴുത്ത് നമുക്ക് 6 ഇഞ്ചാണ്. അത് നമ്മളിവിടെ ഇടയിലെത്തി. അകലം സെയിം തന്നെ. ഷോൾഡർ നമ്മുടെ ഇടയിലെത്തി. കൈക്കുഴി നമുക്ക് സെയിം തന്നെ വയ്ക്കാം. അപ്പോൾ നമുക്ക് കുഴിച്ചെടുത്ത് കളയണം, അത് കാണിച്ചു തരാം. അപ്പോൾ ഇത്രയും നമ്മൾ വരച്ചു. ഇത്രയും നമ്മൾ പുറകുവശം വെച്ച് വരച്ചു. ഇനി നമുക്ക് അണ്ടർ വെസ്റ്റ് വരയ്ക്കണം, അണ്ടർ പോയിന്റ് വരയ്ക്കണം, BP to BP വരയ്ക്കണം. നമുക്കത് ഇതെടുത്ത് മാറ്റാം.
ഇതാണ് നമ്മുടെ വരാം, കഴുത്ത്, ഷോൾഡർ. നമുക്ക് കൈക്കുഴി കുറച്ചുകൂടെ കുഴിച്ചു വെട്ടാം. ഇതാണ് നമ്മുടെ പുറകുവശം വന്നത്. ഫ്രണ്ട് വശം നമ്മൾ ഇത്ര കൂടെ കുഴിച്ചു വെട്ടും. 1/2 ഇഞ്ചും കൂടെ, അല്ലെങ്കിൽ 1/4 ഇഞ്ചും കൂടെ, 1/4 ഇഞ്ച് വ്യത്യാസമുണ്ട്. ഇത് നമ്മുടെ പുറകുവശം, ഇത് നമ്മുടെ ഫ്രണ്ട് വശം. പിന്നെ കഴുത്ത് ഇതിൻ്റെ ഉള്ളിലായിരിക്കണം നിൽക്കേണ്ടത്, അങ്ങോട്ട് പോകാൻ പാടില്ല. ഇനി നമുക്ക് അണ്ടർ ബ്രസ്റ്റിൻ്റെ ഇറക്കം മിനി പോളിന് 13 ഇപ്പം നമുക്ക് മിനി പോളിൻ്റെ ഇതിനനുസരിച്ച് 13 ആണെങ്കിൽ നമുക്ക് 14 ഇഞ്ച് എടുക്കണം. ഇപ്പം എൻ്റെ കസ്റ്റമറിന് 14 വരുന്നതുകൊണ്ട്, തയ്ച്ച് തീരും 14 വരുന്നതുകൊണ്ട് എനിക്കത് 15 എടുക്കണം. ഇത് മിനി പോളിൻ്റെ ആണ്. അത് വെച്ചിട്ട് നമുക്ക് വരയ്ക്കാം. ഇനി BP to VP വരുന്നത് 42 ആയതുകൊണ്ട് തന്നെ 4.2 ആയിരിക്കും. പക്ഷെ അവർ പറഞ്ഞത് 9.5 ഇഞ്ചാണ് BP to VP പറഞ്ഞത്. അപ്പം നമുക്ക് 4.5 ഇഞ്ച് അകലം കൊടുക്കണം. മുകളിൽ നിന്ന് 11 ഇഞ്ച് ഫസ്റ്റ് പോയിന്റിൻ്റെ ഇറക്കമായിട്ട് നമ്മൾ കൊടുത്തു. അപ്പോൾ 4.5 ഇഞ്ച് BP to, അതായത് ടക്കിൻ്റെ അകലം നമ്മൾ കൊടുത്തു. പോയിന്റിൻ്റെ ഇറക്കം 11 ഇഞ്ച്, അതായത് 10.5 1/2 ഇഞ്ച് തയ്യൽത്തുമ്പും കൂടെ കൂട്ടി നമുക്ക് 11 ഇഞ്ച് നമ്മളിവിടെ അടയാളപ്പെടുത്തി. ഇറക്കം നമ്മൾ 13 തയ്ച്ച് തീരുമ്പം വേണ്ടത് 14 ഇഞ്ച് ഇറക്കം അടയാളപ്പെടുത്തി. ഇവർക്ക് ചെസ്റ്റും ബസ്റ്റും തമ്മിൽ 1 ഇഞ്ച് വ്യത്യാസമുള്ളൂ. 42ഉം 43ഉമാണ്. പക്ഷെ ബസ്റ്റും വേസ്റ്റും തമ്മിൽ 4 ഇഞ്ച് വ്യത്യാസമുണ്ട്. അതായത് 43 മൈനസ് 39 വരുന്നത്. അതായത് 43 ബസ്റ്റ് അളവും വേസ്റ്റ് അളവും 39 അപ്പം 43-ൽ നിന്ന് 39 പോയാൽ നമുക്ക് 43 മൈനസ് 39 വന്നാൽ നമുക്ക് 4 ഇഞ്ചാണ് ഡിഫറൻസ് വരുന്നത്. അപ്പോൾ 4 ഇഞ്ച് വരുമ്പോൾ തന്നെ ഇവരുടെ ടക്കിൻ്റെ വീതി കൊടുക്കേണ്ടത് 2 ഇഞ്ചാണ്. അപ്പം ഓരോ ഇഞ്ച് കൊടുത്താലും മതി, അല്ല ഇനിയിപ്പോൾ 1.5 ഇഞ്ച് വേണേലും കൊടുക്കാം. നമ്മൾ ഇനി ഇവിടെ നമുക്ക് 1 ഇഞ്ച് ഷേപ്പിനായിട്ട് കൊടുക്കാം. ഇവിടെ അതായത് ഈ കഴുത്തിൻ്റെ താഴെ വരുന്നിടം നമുക്ക് 1 ഇഞ്ച് ഷേപ്പിനായിട്ട് കൊടുക്കാം. ഇവിടെ നമുക്ക് 1 ഇഞ്ചോ 1.5 ഇഞ്ചോ ഷേപ്പിനായിട്ട് കൊടുക്കാം. അപ്പോൾ ഈ ടക്കിൽ നിന്നും നമുക്ക് ഇതിലേക്ക് വരച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് വശം നമ്മൾ വരച്ചു കഴിഞ്ഞു. മിനി പോളിൻ്റെ കണക്കിനനുസരിച്ച് ഫ്രണ്ട് വശം നമ്മൾ വരച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടുത്തെ ടക്ക് പകുതിയിൽ നിന്നും കൃത്യം നടുക്കായിട്ട് ഇവിടെ നമ്മൾ ഈ ടക്കിൻ്റെ നേരെ 3 ടക്ക് നമ്മൾ വരച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതെൻ്റെ കസ്റ്റമറിൻ്റെ രീതിയിലേക്ക് മാറ്റണമെങ്കിൽ 1 ഇഞ്ചും കൂടെ എനിക്ക് കുടൽ കൊടുക്കണം. അപ്പം 14 ഇഞ്ച് നമുക്ക് തയ്ച്ച് തീരുമ്പോൾ കിട്ടുന്നതുകൊണ്ട് നമ്മൾ 15 ഇഞ്ചിലാണ് ഇവിടെ രേഖപ്പെടുത്തുന്നത്. ഇതിപ്പോൾ എനിക്ക് മിനി പോളിൻ്റെ ഇതിൽ വെട്ടാൻ പറ്റില്ല, കാരണം ഫ്രണ്ട് തമ്മിൽ എൻ്റെ കസ്റ്റമർക്കും മിനി പോളിനും തമ്മിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ചേഞ്ച് വരുത്തിയിട്ടാണ് നമ്മളിത് കട്ട് ചെയ്യുന്നത്. പോയിന്റ് എല്ലാം സെയിം തന്നെ, പക്ഷേ ടക്കിൽ തമ്മിൽ നമുക്കിവിടെ ഇവർക്ക് 1 ഇഞ്ചാണെങ്കിൽ ഇവർക്ക് 1.25 ഇഞ്ച് ടക്കിൻ്റെ അകലം കൊടുക്കണം. ഇവിടെ നമ്മൾ 1.5 ഇഞ്ച് ഷേപ്പിനായിട്ടും കൊടുക്കണം. ഇങ്ങനെയാണ് വരയ്ക്കുക. എൻ്റെ കസ്റ്റമർക്ക് ഇങ്ങനെയാണ് വരയ്ക്കാൻ പറ്റുക. കാരണം അവർക്ക് ഫ്രണ്ട് കുറച്ചുകൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ ഇറക്കം കൊടുക്കണം. മിനിപ്പോൾ 13 പറഞ്ഞത്, അപ്പം ഞാൻ 1 ഇഞ്ചും കൂടെ കൂട്ടി 14 വരച്ചത്. ഇത് എൻ്റെ കസ്റ്റമറുടെ 14 നമുക്ക് വേണ്ടത്. അതുകൊണ്ട് 15 നമ്മൾ ഷേപ്പ് ചെയ്തെടുത്തു. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ബാക്കിയെല്ലാം സെയിം തന്നെ.
നമ്മൾ ഫ്രണ്ട് വശം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ കട്ട് ചെയ്യുന്ന വിധം അങ്ങോട്ട് വേണേൽ നോക്കിയേക്കാം. നമുക്കിത് തുണി തികയല്ലാത്തതുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് ആണ് ഫ്രണ്ട് വശം കട്ട് ചെയ്യുന്നത്. ഇത് നമ്മൾ ഇടതുവശം കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വലതുവശം കൂടെ കട്ട് ചെയ്യണം. നമ്മൾ പുറകു വശത്ത് അങ്ങനെ വെച്ച് നോക്കുന്നു. ഇവിടുത്തെ സ്പേസ് കണ്ടുപിടിക്കുന്നു. ഈ ടക്ക് പിടിച്ചു കഴിഞ്ഞിട്ടുള്ള സ്പേസ് നമ്മൾ കണ്ടുപിടിക്കുന്നു. ഇവിടെ നമുക്ക് 4 ഇഞ്ചാണ്. അപ്പോൾ 1/2 ഇഞ്ചും കൂടെ കൂട്ടി നമ്മൾ 4.5 എടുക്കുന്നു. ഇവിടെ നമുക്ക് 3 ഇഞ്ചാണ്. അത് നമ്മൾ 1/2 ഇഞ്ചും കൂടെ കൂട്ടി 3.5 എടുക്കുന്നു. ഇവിടെ നമുക്ക് 3.5 ഇഞ്ചാണ്. അത് 4 ഇഞ്ച് എടുക്കുന്നു. 4.5 3.5 അങ്ങനെ എടുക്കുന്നു. നമ്മൾ കഴുത്തിൻ്റെ താഴെ 4.5 എടുക്കുന്നു. ഇവിടെ നമ്മൾ നമുക്ക് 3 വേണ്ടത് 3.5 എടുക്കുന്നു. ഇവിടെ നമുക്ക് 3.5 വേണ്ടത്, നമ്മൾ 4 എടുക്കുന്നു. ഇങ്ങനെയാണ് നമ്മൾ ടക്ക് പിടിച്ചിട്ട് ബാൻഡ് കൃത്യമായി അളന്ന് നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പോൾ വണ്ണം നമ്മൾ നോക്കാം. നമുക്ക് വേണ്ട വണ്ണം ഇടയിൽപ്പെടുത്തി കട്ട് ചെയ്തെടുക്കും. അപ്പം ബാൻഡ് കട്ട് ചെയ്യുന്ന വിധവും ഇത് തന്നെയാണ്. എളുപ്പത്തിൽ നമുക്ക് ബാൻഡ് കട്ട് ചെയ്യാൻ പറ്റും. കൂടുതലും കുറവൊന്നും ഡിഫറൻസ് ഒന്നും വരില്ല. കറക്റ്റായിട്ട് നമുക്ക് ബാൻഡ് തയ്ച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ തയ്ച്ച് നോക്കാം. അപ്പം ഇതിൻ്റെ കട്ടിങ് വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ വരുന്നതായിരിക്കും, നാളെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഈസി ആയിട്ട് മിനിപോളിന് കൈവെട്ടുന്ന വിധത്തിൽ എല്ലാവർക്കും, നിങ്ങൾക്ക് സംശയം കൈവെട്ടാനോ അല്ലെങ്കിൽ കൈ തികയാത്തവർക്കെല്ലാം ഇങ്ങനെ സംശയം ഉണ്ടെങ്കിൽ ഇതേ രീതിയിൽ, ഇതേ മെത്തേഡിൽ നിങ്ങൾ കട്ട് ചെയ്ത് നോക്കുക. അതായത് ചെസ്റ്റ് അളവിൻ്റെ കൂടെ 4 ചേർത്ത് നല്ലൊരു വണ്ണം കണ്ട് പുറകുവശം വെട്ടുക. അതിനുശേഷം നമ്മൾ കൈ കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ചെസ്റ്റ് അളവിൽ നിന്നും, അതായത് നമ്മൾ പുറകുവശത്തെ ചെസ്റ്റ് അളവ് എത്രയാണോ എടുത്തത് ആ ചെസ്റ്റ് അളവിൽ നിന്നും 1 ഇഞ്ച് കുറച്ചിട്ട് നമ്മൾ കൈയുടെ വണ്ണം അടയാളപ്പെടുത്തിയിട്ട് നമ്മൾ ആം ഹോൾ റൗണ്ട് കൂടുതലാണെങ്കിൽ അതനുസരിച്ച് നമ്മൾ ആം ഹോൾ ലൂസ് കുറവാണെങ്കിൽ നമ്മൾ അതനുസരിച്ച് റിഗാൾ ഷേപ്പിൽ വ്യത്യാസം വരുത്തി നമ്മൾ ആം ഹോൾ റൗണ്ട് കറക്റ്റാക്കി ആം ഹോൾ ലൂസും കറക്റ്റാക്കി നമ്മൾ കൈ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൈ തികയാത്ത പ്രശ്നം വരില്ല. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ തന്നെ, അങ്ങനെ പ്രശ്നമുള്ളവരും ഇങ്ങനെ കട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾ മെസ്സേജിലൂടെ അല്ലെങ്കിൽ കമൻറ്റിലൂടെ എന്നെ അറിയിക്കുക. എനിക്കത് കേൾക്കുന്ന സന്തോഷമായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ അടുത്ത സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട്, മിനിപോളിന് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് ഞാൻ നാളെ തന്നെ വരുന്നതായിരിക്കും. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വേഗം വരും. താങ്ക്